അറബികൾക്കിടയിൽ ജീവിച്ച ആളുകൾക്കറിയാം, എപ്പോഴും അൽഹംദുലില്ല കൂടും അറബികൾക്ക്. എന്ത് ചോദിച്ചാലും അൽഹംദുലില്ല അൽഹംദുലില്ല അല്ലേ. നമ്മള് പള്ള നിറച്ച് ബിരിയാണി അടിച്ചു, എന്നിട്ടോ ഒരു പഴവും തിന്നു, പിന്നെ ആ ഐസ്ക്രീമിന്റെ ഒരു സ്പീഡും കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ചോദിച്ചു, അല്ല എന്തൊക്കെ വിഷയം? അങ്ങനെ പോണ്, ഇനി എങ്ങനെ പോണ്ടത്? പിന്നെ അപ്പോഴും നമ്മളെ നാവുന്ന ഒരു അൽഹംദുലില്ല വരുമോ? വരൂല. അൽഹംദുലില്ല വർദ്ധിപ്പിക്കണം. അറബികളോട് സംസാരിച്ചാൽ ഒരു 50 വാക്ക് ഒരു അറബി പറഞ്ഞാൽ അതിൽ 30 അൽഹംദുലില്ല ആയിരിക്കും. അൽഹംദുലില്ല, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ല അൽഹംദുലില്ല ഇങ്ങനെ കൂടി. ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, നമ്മളൊരു വിഷമം സംസാരിക്കുകയാണെങ്കിലും എങ്ങനെ സംസാരിക്കണം? അല്ല സോക്കടൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? അൽഹംദുലില്ല ഏറെക്കുറെ സുഖമായിട്ടുണ്ട്. അല്ല കടബാധ്യതയ്ക്ക് എങ്ങനെയുണ്ട്? അൽഹംദുലില്ല ഇത്രയല്ലേ കടമുള്ളൂ. അല്ല വീടിന്റെ പണി എവിടെ എത്തി? അൽഹംദുലില്ല ഏകദേശം പൂർത്തിയാകാനായി. അല്ല എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ല വീടിന് തറട്ടിട്ടുണ്ട്. എന്തിനും ഒരു അൽഹംദുലില്ല ചേർത്ത് പറയണം. മക്കളൊക്കെ എത്ര ഉണ്ട്? അൽഹംദുലില്ല ഭാര്യ ഗർഭിണിയാണ്, അൽഹംദുലില്ല മക്കൾ 2 ആയിട്ടുണ്ട്. അല്ലാതെ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് അതിന്റെ വർത്താനൊന്നും പറയണ്ട. അങ്ങനെ നമ്മൾ നന്ദികേട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങണത്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അപലക്ഷണം. നമുക്കൊരു റഹ്മത്ത് കിട്ടാത്തതും അതാണ്. മറ്റേ മലയാളികളെ പോലെ റഹ്മത്ത് കിട്ടേണ്ട ഒരു കൂട്ടർ ലോകത്ത് വേറല്ല. കാരണം ഉമ്മയുടെ ഗർഭാശയം മുതൽക്ക് തന്നെ നമ്മൾ ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ടാണ് നമ്മളെ വല്യന്മാരും ഉമ്മാരും ഒക്കെ പണ്ടത്തെ കാലം മുതൽക്ക്. പക്ഷെ നമുക്ക് അതിന്റെ ഗുണം കുറഞ്ഞത് എന്തുകൊണ്ട? നമ്മളെ നാവുന്ന് നല്ലത് വരൂല. നല്ല ഉഷാറായിട്ടൊരു സംഗതി ആണെങ്കിൽ ഉഷാറാന്ന് നമ്മൾ പറയില്ല, തിരക്കേടില്ല, കുഴപ്പമില്ല, അത്രേ നമ്മൾ പറയുള്ളൂ. അത് നമ്മളെ ഭാഷന്റെ തന്നെ ഒരു കുറവാണെന്ന് പറയണം. അതേ സമയത്ത് എന്റെ ഒരു സ്നേഹിതൻ, എനിക്ക് പരിചയമുള്ള ഒരു അറബി, അയാൾ ആക്സിഡന്റ് പറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ വണ്ടി നിർത്തി ഓടി അദ്ദേഹത്തിനിടയ്ക്ക് ചെന്ന്, കന്തൂർ ഒന്നായിട്ട് രക്തത്തിൽ കുളിച്ചിട്ട് ദുബായിൽ. ഞാൻ അദ്ദേഹത്തെ അൽഹംദുലില്ല 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 ഒരു 12 അൽഹംദുലില്ല പറഞ്ഞിട്ടാണ് പിന്നെ മൂപ്പര് ആക്സിഡന്റ് പറഞ്ഞത്. വണ്ടി ഒരു ആക്സിഡന്റ് ആയി, അൽഹംദുലില്ല ഇത്രയല്ലേ പറ്റിയിട്ടുള്ളൂ. പോലീസിനെ വിളിച്ചിട്ട് ഇപ്പൊ വരും, അൽഹംദുലില്ല, അധികം വിഷമൊന്നും, അൽഹംദുലില്ല. എല്ലാത്തിനും അന്ന് അയാൾ ഒരു 50 വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 അൽഹംദുലില്ല. നമ്മളോ? ഇവിടെയാണ് വ്യത്യാസം. ഞാൻ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് വഅദ് അവസാനിപ്പിക്കാം. ഈ വഅദ് 10 മണിക്ക് ദുആയോടുകൂടെ അവസാനിക്കുക എന്നൊരു നിർബന്ധം തങ്ങളവർക്കുണ്ട്. അതൊരു പൊതു കാര്യത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതും ആണ്. അതുകൊണ്ട് ഞാൻ നിർത്തുക. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ 4 ഇമാമുകളിൽ ഒരു പ്രധാനിയാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് എവിടെയെന്നറിയോ? വഫാത്താകുന്നത് ഇറാഖിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ടാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ ആ ജനാസ നിസ്കാരത്തിന് 20 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അത്ര വലിയ മഹാന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജനാസ നിസ്കാരത്തിന് കൂടിയ വൻ ജനാവലിയിലെ ഔലിയാക്കളെയും ആലിമീങ്ങളെയും കണ്ടിട്ട് അക്കാലത്ത് 20,000 വരുന്ന ജൂതന്മാർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, ഒരൊറ്റ മയ്യത്ത് നിസ്കാരം കണ്ടിട്ട്. അങ്ങനത്തെ സ്ഥാനമുള്ള ആളാണ് ആര്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു, ഇബ്നു ഖുസൈമ തങ്ങൾ അപ്പോൾ ഉള്ളത് അലക്സാണ്ടറിയയില, ഇസ്കന്ദരിയില, അത് ഈജിപ്തിന്റെ ഭാഗത്താണ്. ഉസ്താദ് വഫാത്തായി എന്നുള്ള വാർത്ത കേട്ടപ്പോ, പടച്ചോനെ എനിക്ക് ഉസ്താദിന്റെ ജനാസ ഒന്ന് കാണണല്ലോ പൂതി വെച്ചു. പക്ഷേ അലക്സാണ്ടറിയയും ഇറാഖും തമ്മിൽ എത്രയാണ് വ്യത്യാസം! ഇന്നത്തെ പോലെ വാഹനവും സൗകര്യമോ എയറോപ്ലെയിനൊന്നും ഇല്ലല്ലോ, വിമാനമൊന്നും ഇല്ലല്ലോ. ബഹുമാനപ്പെട്ടവരെ സങ്കടപ്പെട്ടു. ഉസ്താദിന്റെ ജനാസ അങ്ങ് മറവ് ചെയ്തു. ഇബ്നു ഖുസൈമ തങ്ങൾ ഇസ്കന്ദരിയയിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് ഓതി ഉസ്താദിനങ്ങനെ ഹദിയ ചെയ്തു. രാത്രി ഉറങ്ങുമ്പോൾ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ആ സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിച്ചു ശിഷ്യനായ ഇബ്നു ഖുസൈമ തങ്ങൾ, അല്ല ഉസ്താദേ എങ്ങനെയാ സ്വപ്നത്തിൽ കാണുന്നത്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ദർസ് നടത്താൻ ഇരിക്കണ മാതിരി ഖബറിൽ ഇങ്ങനെ ഇരിക്കണുണ്ട് സന്തോഷത്തിൽ. ഇടക്കിടക്ക് എഴുന്നേറ്റ് ഖബറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങനെ നടക്കണുണ്ട്. അങ്ങനത്തെ സന്തോഷത്തിലാ. അപ്പൊ ഇബ്നു ഖുസൈമ തങ്ങൾ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ ഒരുപാട് ഇബാദത്തെടുത്ത മഹാനാണ്, ഖബറിൽ വന്നപ്പോൾ നിങ്ങൾ ആ ഇബാദത്തിന്റെ കൂട്ടത്തിൽ അള്ളാന്റെ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയ ഇബാദത്ത് ഏതാണ്?
ഏറ്റവും പ്രധാന സന്തോഷം തോന്നിയത് ഏതാണ്? ആ സമയത്ത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, ഇബ്നു ഖുസൈമ, ഞാൻ ധാരാളം അൽഹംദുലില്ല ചൊല്ലാറുണ്ടായിരുന്നു. ഈ എല്ലാറ്റിന്റെ കൂടെയും ഞാൻ അൽഹംദുലില്ല ചൊല്ലും. ആ അൽഹംദുലില്ലയുടെ ബർക്കത്താണ്, അൽഹംദുലില്ലയുടെ പ്രതിഫലമാണ്, അൽഹംദുലില്ല ചൊല്ലിയതിന്റെ സന്തോഷമാണ് എന്റെ ഖബറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ വെള്ളിയാഴ്ചയും ഓതേണ്ട സൂറത്ത് തുടങ്ങുന്നത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. അൽഹംദുലില്ലയെ പറ്റി നബി മുഹമ്മദ് മുസ്തഫ എന്താണ് ഓർമ്മപ്പെടുത്തിയത്? അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. മീസാൻ എന്ന തുലാസിൽ തൂക്കി നോക്കുമ്പോൾ അൽഹംദുലില്ലാ നിറഞ്ഞ ഭൂരിപക്ഷമായിരിക്കും മുഹമ്മദുർ റസൂലുള്ളാഹ്.